ഹായ് ഫ്രണ്ട്സ്, സ്വർണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ? അതെ, നമ്മളിന്ന് പോകുന്നത് സ്വർണങ്ങളുടെ കലവറയായ ദേറ ഗോൾഡ് സൂക്കിലേക്കാണ്. 1900 ആദ്യകാലങ്ങളിൽ മറ്റു കച്ചവടങ്ങൾക്ക് മാത്രമായാണ് ഇവിടം തുറന്നത്. പിന്നീട് 1940 ആയപ്പോഴേക്കും സ്വർണവും മറ്റും കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഇവിടെ ഏകദേശം 400ഓളം സ്വർണ്ണക്കടകളുണ്ട്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് വാങ്ങിക്കാൻ സ്വർണവും വെള്ളിയും ചെമ്പും ബില്യൺസ് എന്ത് വേണമെങ്കിലും എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും ഇവിടെ കിട്ടും. നിങ്ങൾ ദുബൈയിൽ സന്ദർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദുബൈയിലുള്ളവരും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദേറ ഗോൾഡ് സൂക്ക്. മലയാളികളുടെ വളരെ പ്രശസ്തങ്ങളായ ഒരുപാട് സ്വർണ്ണക്കടകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്കിവിടെ സ്വർണം, വെള്ളി, ഡയമണ്ട് എന്നതിൻ്റെ ആഭരണങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും മറ്റും ബിസ്ക്കറ്റായിട്ടും കോയിനായിട്ടും നിങ്ങൾക്കിവിടെ വാങ്ങിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ആഭരണങ്ങളുടെ 2 ലക്ഷത്തിലധികം ഡിസൈനുകൾ ഇവിടെയുണ്ട്. 100% ഉറപ്പാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈൻ നിങ്ങൾക്കിവിടെ കിട്ടും. പലതരത്തിലുള്ള ഡിസൈനുകൾ, പലതരത്തിലുള്ള വലിപ്പങ്ങൾ, പല തരത്തിലുള്ള ഭാരത്തിൽ എല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ സ്വർണം വാങ്ങിക്കുവാൻ ഇവിടെ വരികയാണെങ്കിൽ ആദ്യം എല്ലാ കടകളും ഒന്ന് പോയി നോക്കുക. കടകൾക്കകത്ത് കയറേണ്ട കാര്യമില്ല, നമ്മളിങ്ങനെ വെളിയിൽ നടന്നു പോയാൽ മാത്രം മതി, നമുക്ക് കാണാം. എല്ലാം ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ലൊരു കാഴ്ച കൂടി തന്നെയാണ് ദേറ ഗോൾഡ് സൂക്ക്. നമുക്ക് നാട്ടിലൊക്കെ കടയ്ക്കകത്ത് കയറി അവരുടെ അടുത്ത്, സെയിൽസ്മാൻ്റെ അടുത്ത് സംസാരിച്ച് എടുത്ത് കാണിക്കുമല്ലേ ഡിസൈനെല്ലാം, ഇതെങ്ങനെയുണ്ട്. ഇത് നമുക്ക് വെറുതെ കടയുടെ വെളിയിലോട്ട് കൂടെ പോയാൽ മാത്രം മതി, നമുക്ക് എല്ലാ ഡിസൈനും കാണാം. എല്ലാം ഡിസ്പ്ലേയിലുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 400 സ്വർണ്ണക്കടകൾ, അതും നിരനിരയായിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ലക്ഷത്തിലധികം ഡിസൈനുകൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. കടയ്ക്കകത്ത് കയറേണ്ട കാര്യമേ ഇല്ല. അതാണ് ഗോൾഡ് സൂക്ക് ദേറയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കള്ളനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും പോലീസും CID എല്ലാം ആ ഭാഗത്ത് തന്നെയുണ്ട്, അവിടെ തന്നെയുണ്ട്. ഇവിടെ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ സ്വർണത്തിൽ നിർമ്മിച്ച ഉടുപ്പുകൾ, സ്വർണത്തിൽ നിർമ്മിച്ച കിരീടങ്ങൾ, സ്വർണത്തിൽ നിർമ്മിച്ച എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചില കടകൾ അതെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ തന്നെ സർപ്രൈസ് ആകും. അയ്യോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ഗോൾഡിനകത്ത് തന്നെ? അതിന് ശരിക്കും കാശൊക്കെ ചിലവാകുകയെ. നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്വർണത്തിൻ്റെ ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ദേറ ഗോൾഡ് സൂക്ക്. ഇവിടെ ചില മോതിരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയപ്പെടും. കാരണം മോതിരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിരൽ മാത്രം മറയുന്ന രീതിയിലായിരിക്കും കുറച്ച് ഭാഗം. ഇതങ്ങനെയല്ല, ഒരു കൈപ്പത്തി തന്നെ മറയുന്ന രീതിയിലുള്ള വലിപ്പത്തിലുള്ള മോതിരങ്ങൾ, സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളിടുന്ന ഡ്രസ്സ് കവർ ചെയ്ത്, നമ്മുടെ ഡ്രസ്സ് കാണുന്ന രീതിയിലല്ലാതെ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡിസൈനിൽ സ്വർണം കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്ത് മനോഹരമാണെന്നറിയാമോ? ഇതൊക്കെ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വർണ്ണ കടകൾ, ഇവിടുത്തെ കടകൾ, ദേറ ഗോൾഡ് സൂക്കിലെ കടകൾ, കാരണം ഇത്തരം ആഭരണങ്ങൾ മറ്റുള്ള കടകളിൽ നമ്മൾ ഒരിക്കലും കാണില്ല. കാരണം മറ്റുള്ള കടകൾ ആ രീതിയിലുള്ള സ്വർണ്ണമായിരിക്കുമല്ലോ അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് അതിശയപ്പെടും. ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സ്വർണ്ണത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാശുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കുക, സ്വർണം വാങ്ങിക്കുക. സ്വർണം വാങ്ങിച്ചതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വസ്തു പോലെ തന്നെയാണ്. ഒരിക്കലും സ്വർണത്തിന് വില കുറയുന്നില്ല. ഓരോ ദിവസം കഴിയുന്നോറും വില കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദുബൈയിലുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും സ്വർണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദേറ ഗോൾഡ് സൂക്കിൽ ഒന്ന് വരിക, അവിടെ വന്ന് കാണുക. ചെറിയ 1 ഗ്രാം മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ മുതൽ എത്ര വലിപ്പം വേണമെങ്കിലും, എത്ര ഗ്രാമിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ വാങ്ങിക്കുവാൻ കിട്ടും. 1 ഗ്രാം മുതൽ 10 ഗ്രാം, 20 ഗ്രാം, 30, 50, 100, 200 ഗ്രാം, എത്രയോ ഗ്രാം നിങ്ങൾക്ക് വലിപ്പം ആവശ്യമുണ്ടോ അത്രയും ഭാരമുള്ള സ്വർണ്ണ ആഭരണങ്ങൾ, അതും പല ഡിസൈനുകൾ, നിങ്ങൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഡിസൈനുകളിൽ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മളൊരു കാര്യം ചിന്തിച്ച് വരും, എനിക്കിന്നൊരു മോതിരം വാങ്ങിക്കണം, അത് ഈ ഡിസൈൻ ആവണം എന്ന്
വിചാരിച്ച് ഗോൾഡ് സൂക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അങ്ങ് അത്ഭുതപ്പെട്ടു പോകും. കാരണം ലക്ഷക്കണക്കിന് മോതിരങ്ങളുടെ ഡിസൈനുകളാണ്. നിങ്ങൾ ഈ മോതിരം കണ്ടില്ലേ? ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ കയറിക്കൂടിയ മോതിരമാണ്. 64 കിലോഗ്രാമുള്ള ഒരു മോതിരം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം. ഇത് ഈ കടയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ കഴിയും. അതാണ് പറയുന്നത്. റെക്കോർഡുകളുടെ പരമ്പരയൊക്കെ നിർമ്മിച്ച ഒരു സ്ഥലം തന്നെയാണ് ദേറ ഗോൾഡ് സൂക്ക്. ഈ മോതിരം തന്നെ കണ്ടില്ലേ? 64 കിലോഗ്രാമുള്ളൊരു മോതിരം. 64 കിലോയുള്ള ഈ മോതിരം എടുത്തു പൊക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അത്രയ്ക്ക് വലിപ്പമുള്ള, അത്രയും വെയിറ്റുള്ള ഒരു മോതിരമല്ലേ? 64 കിലോ എന്ന് പറഞ്ഞാൽ 82 അല്ല, 64 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്തെ സ്വർണ്ണവിലയനുസരിച്ച് ഒരു ഏകദേശം 82 കോടി രൂപയെങ്കിലും വിലയുള്ളതാണ്. അത്രയ്ക്കും വില വരും ഈ മോതിരം. അതാണ് പറയുന്നത്. നിങ്ങളൊരു ഡിസൈൻ ഉദ്ദേശിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മാല വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു മോതിരം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈനെ മറന്നു പോകുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഇവിടെ കാണുവാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നുണ്ട് മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉപയോഗിക്കുന്നത് എന്ന്, അല്ലേ? ശരിയാണ്, മലയാളികൾ ശരിക്കും ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകക്കാരും ശരിക്കും ഗോൾഡ് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. അറബി രാജ്യങ്ങളിലെ സ്ത്രീകളും അതുപോലെ തന്നെ ഗോൾഡ് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരുപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മാതിരി 5 ഗ്രാമിൻ്റെയോ 10 ഗ്രാമിൻ്റെയോ 20 ഗ്രാമിൻ്റെയോ ഒന്നുമല്ല. അവരുപയോഗിക്കുന്നത് 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം, 150 ഗ്രാമൊക്കെ വലിപ്പത്തിലുള്ള അത്രയ്ക്കും വലിയ സ്വർണ്ണാഭരണങ്ങളാണ്. അവർക്ക് വേണ്ടിയുള്ള ഡിസൈനുകൾ തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് 3-4 മാലകൾ നമ്മൾ ഉപയോഗിക്കും ഒരേ സമയത്ത്. പക്ഷേ അവരങ്ങനെയല്ല. ഒരു സമയത്ത് ഒരു മാല മാത്രം ഉപയോഗിച്ചാൽ മതി. അത് 1.5 മാലയായിരിക്കും അവരുപയോഗിക്കുന്നത്. അത്രയ്ക്ക് വലിപ്പമുള്ള മാലകളാണ്. ദുബൈയിൽ താമസിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് സ്വർണം വാങ്ങിക്കണമെങ്കിലും ഇല്ലെങ്കിലും ശരി തന്നെ, അവധി കിട്ടുന്ന സമയത്ത് അതുപോലെ തന്നെ എന്നെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഗോൾഡ് സൂക്കിലേക്ക് വരിക. ഗോൾഡ് സൂക്കിൽ വന്ന് വെറുതെ ഒന്ന് കറങ്ങിയടിച്ച് നടന്ന് ഇതെല്ലാം ഒന്ന് കണ്ടുപോവുക. നിങ്ങളുടെ മനസ്സിനെ എന്തായാലും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷനുകൾ. നിങ്ങൾക്കൊരു സ്വർണ്ണക്കടയ്ക്ക് അകത്തും കയറണ്ട, വെളിയിലൂടെ ഇങ്ങനെ നടന്നാൽ മതി. അതും ചൂടൊന്നുമല്ല, ഫുള്ള് കവേർഡാണ്, ഓപ്പൺ ഏരിയൊന്നുമല്ല. നിങ്ങൾക്ക് നടന്നു പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാ സ്വർണ്ണക്കടയുടെ മുന്നിലും ശരിക്കുമുള്ള ഡിസൈനുകൾ കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഡിസൈനുകൾ നമ്മൾക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഈ പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ പച്ചക്കറികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്? നിരത്തി അങ്ങ് വെച്ചിരിക്കുകയല്ലേ? എന്ത് വേണമെങ്കിലും എടുത്തോ, എത്രയാണ്, എല്ലാ സാധനങ്ങളും കിട്ടത്തില്ലേ? അല്ലാതെ ഓരോന്ന് പൂഴ്ത്തി വെച്ചിരിക്കുന്നൊന്നുമല്ല, നമ്മൾ എടുത്ത് കാണിക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ ദേറയിലുള്ള ഈ സ്വർണ്ണക്കടകളുടെ എല്ലാ ഡിസ്പ്ലേയിലും ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാ ഡിസ്പ്ലേയിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്കിതുപോലെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ നമുക്ക് നടന്നു പോയാൽ മതി. അവിടെ തന്നെ നമുക്ക് എല്ലാ ഡിസൈനും കാണാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈനുകൾ, നമ്മൾ കാണാൻ കൊതിക്കുന്ന ഡിസൈനുകൾ, നമ്മൾ കാണാത്ത ഡിസൈനുകൾ എല്ലാം നമ്മൾക്ക് ഇതുപോലെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ആഭരണങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരിലുള്ള സ്വർണ്ണത്തിലോ വെള്ളിയിലോ എന്ത് വേണമെങ്കിലും രൂപങ്ങളും അതുപോലെ തന്നെ ലോക്കറ്റുകളും എല്ലാം നമ്മൾക്കിവിടെ വാങ്ങിക്കുവാൻ കഴിയും. ദേറ ഗോൾഡ് സൂക്കിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. പക്ഷേ ചില ഷോപ്പുകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ ടൈമിംഗ് വ്യത്യാസം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മിക്ക ആളുകൾക്കും കാണുന്ന ഒരു സംശയമാണ്, രാത്രി 10 മണി വരെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, 9, 10 മണി, 11 മണി. പക്ഷേ ഈ സമയത്തൊക്കെ ഗോൾഡ് വാങ്ങിച്ചു പോയാൽ സേഫ് ആയിരിക്കുമോ എന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ദുബായ് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത് 24 hours പോലീസ് CID നിരീക്ഷണത്തിലുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസിനെ കാണുവാൻ കഴിയും. അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് രാത്രിയെന്നോ രാവിലെയെന്നോ ഉച്ചയ്ക്കെന്നോ യാതൊരു വ്യത്യാസവുമില്ല. അവിടെ നിങ്ങൾ 100% സേഫ് ആയിരിക്കും. പക്ഷേ വൈകുന്നേരങ്ങളിൽ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നല്ല രീതിയിലൊരു സൺസെറ്റ് കാണാൻ, കാരണം ഇതൊരു സമുദ്രത്തിൻ്റെ തീരത്തായതിനാൽ നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണുവാൻ കഴിയും ഗോൾഡ് സൂക്കിൽ നിന്ന്. ദേറ ഗോൾഡ് സൂക്കിലേക്ക് വരുവാനായി നിങ്ങൾക്ക് മെട്രോയുടെയും ബസ് സ്റ്റാൻഡും അടുത്തുണ്ട്, മെട്രോ സ്റ്റേഷൻ അടുത്തുണ്ട്. അബ്ര സൈഡ് ഫെറി അതും ഇതിനടുത്ത് തന്നെയുണ്ട്. ദേറ ഗോൾഡ് സൂക്കിനോടടുത്ത് തന്നെ സ്പൈസ് മാർക്കറ്റും അതുപോലുള്ള മറ്റു മാർക്കറ്റുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാനോ എന്തിനുമുള്ളത് ഇലക്ട്രോണിക്സ് മാർക്കറ്റും എല്ലാം അടുത്ത് തന്നെയുണ്ട്. നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷോപ്പിംഗ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്
ദേറ ഗോൾഡ് സൂക്ക്. ഈ ഗോൾഡ് സൂക്കിലൊരു 400 ഗോൾഡ് കടകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു 300 കടകളും മലയാളികളുടേത് തന്നെയാണ്. ബാക്കിയുള്ള കടകളിൽ സ്റ്റാഫുകൾ മലയാളികളായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് മലയാളികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. കാരണം ഏത് കടയിൽ ചെന്ന് കഴിഞ്ഞാലും മിക്കവാറും 99% കടകളിൽ നിങ്ങൾക്ക് മലയാളികളെ കാണാൻ കഴിയും, അവിടുത്തെ സ്റ്റാഫായിട്ട് തന്നെ. ഇത്രയും ഷോപ്പുകളുള്ള ഇവിടെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകളുണ്ട്. ജ്യൂസ് റെസ്റ്റോറൻറ്റ്, ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്, ബർഗർ, അതുപോലുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള അനവധി കടകളും ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങി വെളിയിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ എല്ലാം കിട്ടും. അതാണ് പറയുന്നത്. 1 ഗ്രാമിൻ്റെ സാധനം വാങ്ങിക്കുക ആണെങ്കിൽ പോലും നിങ്ങൾ ഗോൾഡ് സൂക്കിൽ തന്നെ വരിക. അടിപൊളി ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെ. നിങ്ങൾ കണ്ടുകൊള്ളൂ ഈ വീഡിയോയിൽ എത്രത്തോളം ഡിസൈനുകൾ തന്നെ ഉണ്ടെന്നുള്ള കാര്യം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാ കടകളും ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും ഉള്ള കടകളിലുള്ള ഡിസൈനുകൾ തന്നെ നിങ്ങളൊന്ന് നോക്കി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം. അതും പല തരത്തിലും, പല ഡിസൈൻ, പല വെയ്റ്റിലും ഒക്കെ ഉള്ളത്. നിങ്ങളുടെ പക്കൽ കുറച്ച് കാശേ ഉള്ളുവെങ്കിലും അതെത്ര ആയാലും ശരി തന്നെ, അതിനുള്ള സ്വർണം നിങ്ങൾക്കിവിടെ വാങ്ങിക്കുവാൻ കിട്ടും. നല്ല ഡിസൈനുകളിലും മറ്റുള്ള കടകളിൽ നിന്നും കാണാത്ത രീതിയിലുള്ള ചെറിയ ഡിസൈൻ മുതൽ നിങ്ങൾക്കിവിടെ വാങ്ങിക്കുവാൻ കിട്ടും. കാശൊരു പ്രശ്നമല്ല. ചെറിയ കാശാണെങ്കിലും അതിനുള്ളതും ഇവിടെ കിട്ടും. അതാണ് പറയുന്നത്. നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾ തന്നെ അങ്ങ് മതി മറന്നു പോകും സ്വർണത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ച കണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് എന്തായാലും അഭിപ്രായം എഴുതുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ദേറ ഗോൾഡ് സൂക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് ഐഡിയ കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബാക്ക് ആൻഡ് ട്രാക്ക് ബൈ സുനിൽ ലവ് ഷോർ ആൻഡ് ഫ്രാൻസിസ്കോ.